ഹലോ, ഇത് ഞങ്ങളുടെ ചിങ്ങം ഒന്നാണ് കേട്ടോ. അപ്പോൾ ചിങ്ങം ഒന്നിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നിർമ്മാല്യം തൊഴാൻ ഒരു പ്ലാൻ ഞങ്ങൾ ഇട്ടു. പക്ഷെ അത് സക്സസ് ആവുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അത് സക്സസ് ആയി, ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഞാനും ചേട്ടനും നിധി ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ 2:45 ആയപ്പോൾ തന്നെ ഞാൻ കുളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാമ പൗഡറാണ്. ഇത് നിധിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അത് ഇടുമ്പോഴേ എന്തോ ഒരു ഇറിറ്റേഷൻ, മൂക്കിനകത്തോട്ടൊക്കെ കയറി പോകണം. ഭയങ്കര തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുഞ്ഞിന് യൂസ് ചെയ്യാറില്ല. ഇത് അച്ഛനെ ഉണർത്താൻ വേണ്ടി വിട്ടതാണേ. അപ്പം അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. പിന്നെ നിധിക്ക് ഉറക്കം വന്ന് നിധി പറയാണ് തോളി കിടക്കണം എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, നമ്മൾ ചാറ്റ പോകാൻ പോകണമെന്ന്. ചേട്ടനാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വീഴും എഴുന്നേൽക്കും, അങ്ങനത്തെ സെറ്റപ്പാണ്. ആൾ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ ഉറങ്ങിയത്. ഞാൻ പറഞ്ഞു ഉറങ്ങണ്ട, അല്ലാതെ തന്നെ അങ്ങ് റെഡിയാവുന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം ഞാൻ ഉറങ്ങിയ പിന്നെ എണീക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കാരണം നിധി ഓൾറെഡി ലേറ്റായിട്ട് ഉറങ്ങണം ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവൾ ഉറങ്ങുന്ന സമയമായിട്ടുള്ളൂ. പിന്നെ ഇത് നിധിക്ക് നമ്മൾ ചിങ്ങോന്നിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവൾക്ക് കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൈസ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾ കൊണ്ടോടി ആർക്കെങ്കിലും കൊടുക്കും. പിന്നെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്തോ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അച്ഛന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഞാൻ കൈനീട്ടം കൊടുക്കും മുന്നേ അച്ഛൻ എനിക്ക് തന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് അച്ഛനാണ് കൈനീട്ടം തന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഷർട്ടിനും നിധിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടു. ഇത് ഞാൻ 499 രൂപയ്ക്ക് നമ്മുടെ ഇൻസ്റ്റയിലെ ഒരു പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവരുടെ എന്തോ ഒരു ക്ലിയറൻസ് സെയിൽ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അത് എൻ്റെ സൈസൊന്നും അല്ലായിരുന്നു. പിന്നെ ഒറ്റ കളറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു, ഇട്ടു. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഇത് ഞാൻ ചേട്ടന് ഒരു ഷർട്ടും കഴിഞ്ഞിട്ടായിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ഉമ്മയും കൊടുത്തു. തിരിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചക്കായി നിന്നെയാണ്. പക്ഷേ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു എക്സ്പ്രഷൻ ഇട്ടു. അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും അച്ഛനും ഞാൻ എടുത്ത് കൊടുത്ത ഷർട്ട് ഇട്ടിട്ട് ഒരു ഫ്രെയിമിൽ വന്നൊരു സീനാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അച്ഛനെ ഫ്രെയിമിൽ അധികം കിട്ടിയില്ല. അച്ഛൻ സൈഡിലോട്ട് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ല. സോ ഞാനത് ചേട്ടനെ കൊണ്ട് ഇടിയിപ്പിച്ചു. പക്ഷേ എന്നിട്ടും അത് അങ്ങോട്ട് എനിക്കൊരു കൺഫ്യൂഷൻ, ഇങ്ങനെ താഴ്ത്തിയിടണോ കയറ്റിയിടണോ എന്നൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് ചേട്ടൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഫിറ്റ് ചെക്ക് ചെയ്യുവാണ്. ആദ്യം പറഞ്ഞു പാസ്റ്ററിനെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന്. പിന്നെ ആളങ്ങ് സിങ്കായി. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, എനിക്കിങ്ങനെ ട്രഡീഷണൽ ആയിട്ടൊക്കെ റെഡിയാകാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ, സാധാരണ ഒരുങ്ങണേക്കാളും കുറച്ച് ട്രഡീഷണൽ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഭംഗി വരും, ഒരു നാച്ചുറൽ ഗ്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ ഈ ഡ്രസ്സ് ആക്ച്വലി അതിന് തൊട്ട് മുന്നേ കൈത്തയ്യലിട്ടെടുത്തതാണ് കേട്ടോ. എനിക്ക് സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. 1-ാം തീയതി ഇടാമെന്നുള്ള പ്ലാനിൽ വെച്ചിരുന്നു. പക്ഷേ ഇട്ടപ്പോൾ ഭയങ്കര ലൂസ്. പിന്നെ കൈത്തയ്യലിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പൂവൊക്കെ അനിയത്തി വെച്ച് വന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.